90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. വാത്സല്യ കുറുമ്പുകളുടെ വിസ്മയ സംഗീത വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. കുട്ടിക്കുറുമ്പുകളോട് കൂട്ടുകൂടാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ, മുകേഷ് അങ്കിൾ. കുട്ടിപ്പാട്ടുകാർക്ക് അകമ്പടിയുമായി നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. സംഗീത വേദിയിലെ അനുഗ്രഹീത ഗായകൻ നമ്മുടെ സ്വന്തം അക്ഷിത് എത്തുന്നു. വെൽക്കം അക്ഷിത് ഓൺ സ്റ്റേജ്. പിന്നിലെ താരകം താഴെ വന്നെന്നോ അന്നു നീ വന്ന വീടുണർന്നെന്നോ പുഞ്ചിരി നിറഞ്ഞ ചുണ്ടുമായി കണ്ണിലുണരും കുറുമ്പുമായി ആടാൻ പാടാൻ കൊഞ്ചി നീ കൂട്ടുവാ. അക്ഷയപാത്രം. അക്ഷയപാത്രമോ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന അതാണോ? അക്ഷയപാത്രം ഞാൻ നിറവുള്ള എന്നുള്ള അതാണ് അതിന്റെ അർത്ഥം. എപ്പോഴും നിറഞ്ഞിരിക്കുന്ന, എപ്പോഴും നിറവുള്ള സംഗീതവുമായിട്ട് വരുന്ന ഒരു അക്ഷയപാത്രമാണ് അക്ഷിത്. ഇതേ കൂടുതൽ എനിക്ക് പറ്റില്ല മോനെ, പറ്റില്ല മോനെ, പറ്റില്ല. ഏത് പാട്ടാ പാടുന്നത്? 5 ശരങ്ങളും. 5 ശരങ്ങളും. ആരാണ് സംഗീതം? ബോംബെ രവി സാർ. വെരി ഗുഡ്. ദെൻ ദാസങ്കൽ. ദാസങ്കൽ. പിന്നെ യൂസഫ് അലി കേച്ചേരി സാർ. പിന്നെ പടം പരിണയം. എല്ലാം അറിയാം. ഞാൻ പറഞ്ഞില്ലേ, അക്ഷയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ പാത്രമാണ്. ടോപ്പ് സിംഗറിന്റെ അക്ഷയ, സംഗീതം കൊണ്ട് നിറഞ്ഞ അക്ഷയപാത്രം. അപ്പൊ മീനൂട്ടി എന്താണ്? എന്തിന്റെ അക്ഷയമാണ്? ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മീനൂട്ടിയുടെ പാത്രം മീൻ വറക്കുന്ന പാത്രം. അയ്യോ അയ്യോ, മതി, ഒരുപാട് അങ്ങ് വേണ്ട. ഓക്കെ, താങ്ക് യു. ഒരുപാട് അങ്ങ് പൊലിപ്പിക്കല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി, നിൻ പുഞ്ചിരി സായകമാക്കി. 5 ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി, നിൻ പുഞ്ചിരി സായകമാക്കി. 7
പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൾ പൂവിന് മോഹിച്ചു. പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൾ പൂവിന് മോഹിച്ചു. ഏഴു നിറങ്ങളും പോരാതെ മഴവില്ല നിൻ കാന്തി നേടാൻ ദാഹിച്ചു. ഏഴു നിറങ്ങളും പോരാതെ മഴവില്ല നിൻ കാന്തി നേടാൻ ദാഹിച്ചു. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി. നിൻ പുഞ്ചിരി സായകമാക്കി. നീലിമത്തിലും പോരാതെ വാനം നിൻമിഴിയിണയിൽ കൂടിയിരുന്നു. നീലിമത്തിലും പോരാതെ വാനം നിൻമിഴിയിണയിൽ കൂടിയിരുന്നു. മധുവിനു മധുരം പോരാതെ പനിനീർ നിൻ ചൊടിക്കിടയിൽ വിടർന്നു നിന്നു. മധുവിനു മധുരം പോരാതെ പനിനീർ നിൻ ചൊടിക്കിടയിൽ വിടർന്നു നിന്നു. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി. നിൻ പുഞ്ചിരി സായകമാക്കി. ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ. ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻമൊഴി സാധകമാക്കി. നിൻ തേൻമൊഴി സാധകമാക്കി. അക്ഷിത്, എന്തോ? നല്ല സെലക്ഷൻ മോനെ. താങ്ക് യു സർ. മോൻ പാടുന്ന അനുപല്ലയിലൊക്കെ ഇതിന്റെ വയലിൻസിന്റെ പ്രോഗ്രഷൻ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അതൊന്ന് കേൾക്കാം, ജസ്റ്റ് ഒന്ന്. 1 2 3 4. നീലിമത്തിലും പോരാതെ വാനം നിൻമിഴിയിണയിൽ കൂടിയിരുന്നു. നീലിമത്തിലും പോരാതെ വാനം നിൻമിഴിയിണയിൽ കൂടിയിരുന്നു. മധുവിനു മധുരം പോരാതെ പനിനീർ നിൻ ചൊടിക്കിടയിൽ വിടർന്നു നിന്നു. മധുവിനു മധുരം പോരാതെ പനിനീർ നിൻ ചൊടിക്കിടയിൽ വിടർന്നു നിന്നു. ഓക്കെ, സബാഷ്. എന്ത് രസമാണെന്ന് നോക്കിയേ. കാരണം അത് ഒരു വേറെ രീതിയിൽ കൂടാണ് അത് പോകുന്നത്. കാരണം ആ പാട്ടിനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷേ സോ കംഫോർട്ടബിൾ അല്ലെ, സോ സൂത്തിങ് ടു ഹിയർ ദാറ്റ്. ബ്യൂട്ടിഫുൾ. ഫ്രാൻസിസ് ആൻഡ് ഗ്രൂപ്പ് ആൻഡ് ഓൾ ദ ഓർക്കസ്ട്ര. വൺസ് അഗൈൻ യു പ്രൂവ്ഡ് ദാറ്റ് യു ആർ ടോപ്പ് ബാൻഡ്. മോൻ പാടിയിൽ കുറെ ശ്രുതി അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ട് മോനെ. കുറച്ച് അതുപോലെ തന്നെ കുറച്ചുകൂടെ ഈ പാട്ടിന് വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ദാസേട്ടൻ പാടി ഇത് നമ്മുടെ ചെവിയിലോട്ട് ഇങ്ങനെ ആപ്പടിച്ച് കയറ്റിയിരിക്കുക. കാരണം അത് ഊരിക്കളഞ്ഞാലും അവിടുന്ന് പോകത്തില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ദാസേട്ടൻ ഇത് പാടിയിരിക്കുന്നത്.
അപ്പോൾ അത് മോൻ്റെ ഈ ശബ്ദത്തിൽ ഇപ്പോഴത്തെ മോന് അതല്ലേ പറ്റത്തുള്ളൂ. പാടുമ്പോഴത്തേക്ക് കഴിവതും ട്രൈ ടു ബ്രിങ് സം മോർ, എന്താണ്, ഭാവം കുറച്ചുകൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്, പാട്ട് കേൾക്കുന്നവർക്കും ഒന്നും പെട്ടെന്ന് പിടി കിട്ടത്തില്ല. അപ്പം അങ്കിള് പറഞ്ഞപ്പോൾ മനസ്സിലായിക്കണം, ഓ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലായി. പാട്ട് മാത്രം പോരാ, ഇതുപോലത്തെ ഹിഡൻ ആയിട്ടുള്ള ഭാവങ്ങൾ നമ്മൾ വെളിയിൽ കൊണ്ടുവരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വളരെ മനോഹരമായിട്ട് പാടി. പക്ഷേ അതിൽ ചില പോരായ്മകളുണ്ടായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു കേൾക്കാൻ കേട്ടാ. പതിവില്ലാതെ ഇന്ന് മോന് കുറച്ച് ശ്രുതി പ്രോബ്ലംസ് ഉണ്ട്. സാധാരണ അങ്ങനെ അക്ഷിത്തരം അങ്ങനെ ശ്രുതി പ്രശ്നം വരാറില്ല അധികം. ഇന്ന് കുറച്ച് ശ്രുതിയുടെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഇത് മാണ്ട് എന്നുള്ള രാഗമാണ്, മാണ്ട്. നമ്മുടെ പാടുന്നതിന്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും കൂടി വരണം, അല്ലാതെ കുറഞ്ഞു വരരുത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇവർ രണ്ടുപേര് പറഞ്ഞതിൽ നിന്നും അക്ഷയത്തിന് എന്താണ് മനസ്സിലായത്? കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അല്ല നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഏത് ഏരിയയിലാണ് അക്ഷയത്ത് ശ്രദ്ധിക്കണം തോന്നിയത്? ഭാവം. കറക്റ്റ്. ഭാവമാണ് ഇത് ഏതൊരു പാട്ടിനും ജീവൻ വെപ്പിക്കുന്നൊരു സംഭവം. മോൻ്റെ പാട്ട് കണ്ണും പൂട്ടി കേൾക്കുമ്പം മോൻ ശരിക്കും അത് വളരെ സീരിയസ് ആയിട്ട് പാട്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോയെന്ന് മനസ്സിലാവും. പക്ഷേ പാട്ടിൽ വേണ്ടുന്ന ഒരു സ്പെഷ്യലി നിൻ ചിരി സായകമാക്കി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മനസ്സങ്ങ് തുറന്നു വരുന്നൊരു സന്തോഷമുണ്ട്. അത് മോൻ പാടുന്ന ട്യൂൺ കറക്റ്റാണ്, പക്ഷെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് കിട്ടുന്നില്ല. അപ്പം എന്താണ് സംഭവം? ആ സന്തോഷം കൊണ്ടുവരുന്നത് ആ ട്യൂൺ പാടുമ്പോൾ കൊടുക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് മോൻ ഭാവം എന്ന് കാര്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് അങ്കിൾ പറയണം, ഏറ്റവും കൂടുതൽ മോൻ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏറിയതാണ്. കാരണം നല്ല ജ്ഞാനമുള്ളൊരു കുട്ടിയാണ്. എല്ലാം ജ്ഞാനം ഇല്ലെങ്കിൽ ഇത്രയും സംഗതികൾ ഈ പ്രായത്തിൽ ഇത്രയും ഡീറ്റെയിൽ വെച്ച് അറ്റംപ്റ്റ് ചെയ്യാൻ വരെ ധൈര്യം കാണിക്കില്ല. മോൻ ഇങ്ങനത്തെ പാട്ട് അറ്റംപ്റ്റ് ചെയ്ത് ഒരളവ് വരെ സാധാരണക്കാരനെ കേട്ട് കഴിഞ്ഞാൽ ഇതിലെന്താ കുഴപ്പം എന്ന് തോന്നുന്ന രീതിയിൽ പാടി ഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചെറിയ സംഭവം കൂടി മോന് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോൻ ഓരോ പാട്ട് കഴിയും തോറും പല കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ല ടിപ്പ് കിട്ടിയത്. ഒരു ഗായകന് വേണ്ടത്, ഗായകൻ മാത്രമല്ല കലയുമായി ബന്ധപ്പെട്ട അഭിനയമാണെങ്കിലും നൃത്തമാണെങ്കിലും ഒക്കെ ഭാവം. അപ്പോൾ ആ ഭാവം, ഓരോ പാട്ടിനും ഓരോ ഭാവമുണ്ട്. അപ്പോൾ എല്ലാ പാട്ടിനും ഇതേപോലെ ചിരിച്ചുകൊണ്ട് പാടണമെന്നല്ല ഉദ്ദേശം. ഓരോ പാട്ടിനും ഏതാണ് അതിൻ്റെ ഭാവം, ആ ഭാവം വരുമ്പോഴാണ് ഈ കേൾക്കുന്ന ആൾക്കാർക്ക് സന്തോഷവും അതിൻ്റെ കൂടെ വരാൻ തോന്നുന്നത്. നാഷണൽ അവാർഡ്, ബെസ്റ്റ് മ്യൂസിക്കിനുള്ള നാഷണൽ അവാർഡ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, അങ്ങനെ ഒരുപാട് അവാർഡുകൾ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് അവാർഡുകൾ അതിനെക്കാട്ടി കൂടുതൽ, ഫിലിം ഫെയർ അവാർഡും അതിനെക്കാട്ടി കൂടുതൽ. അപ്പം അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. എന്തുകൊണ്ട് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എടുക്കാൻ ധൈര്യപ്പെടാത്ത ഒരു പ്രമേയമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത്, അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപക്ഷെ ആ ഒരു അനാചാരം സമൂഹത്തിൽ നിന്നും മാറാൻ വരെ ഈ സിനിമ കാരണഭുക്കായി എന്നുള്ളതാണ്. കാരണം അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു തീമാണ് MT വാസുദേവൻ നായർ സാറും ഹരിഹരൻ സാറും കൂടെ നമ്മളുടെ മുമ്പിൽ വെച്ചത്. അപ്പോൾ അതിനകത്ത് പ്രധാന വേഷമെടുക്കുന്നത് മോഹിനിയാണ്. മോഹിനിയുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞ ഒരു നായികയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല റോളാണ് മോഹിനിക്ക് കിട്ടിയത്. യങ് ഹീറോസ് എന്ന് പറഞ്ഞ വിനീതും മനോജ് കെ ജയനുമാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ് മനോജ് കെ ജയൻ്റെ. അതായത് ഭാവം എന്ന് പറഞ്ഞാൽ സന്തോഷം മാത്രമല്ല, ചിരി മാത്രമല്ല, ദേഷ്യമുണ്ട്, പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാവമുണ്ട്. അങ്ങനെ ഒരു ഭാവം മനോജ് കെ ജയൻ്റെ ഞാൻ കണ്ടു. മനോജ് കെ ജയനും അങ്കിളും കൂടെ ഉള്ള ഒരു പടം, ഏതോ ഒരു സിനിമാ മാസികക്കാർ മനോജ് കെ ജയനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് മാറിയിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. എപ്പം ഞാൻ അതുവഴി പോയാലും ഹരൻ സാറും പിന്നെ ഹരിഹരൻ സാറും ഞാനുമായിട്ട്, ഹരിഹരൻ സാർ അന്ന് എൻ്റെ അടുത്ത് പറയും, എല്ലാം ഈ ഹരിഹരനാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. കാര്യം ഹരിഹരൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാണപ്പെട്ട ദൈവമാണ്. അപ്പം ഞാൻ ചുമ്മാ ഇത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനോജ് കെ ജയൻ വന്നു, വളരെ സന്തോഷവാനായിട്ട് വന്നു. എന്തൊക്കെയുണ്ട് മുകേഷ്, രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നപ്പം ചുമ്മാ ഒരു തമാശയ്ക്ക് എന്തും വേണ്ടി ഭാവവ്യത്യാസം വരുത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ മനോജ് കെ ജയൻ്റെ അടുത്ത് പറഞ്ഞു, മനോജ് ഒരു ഇന്റർവ്യൂ കാണാൻ ഈ അടുത്ത സമയത്ത് കൊടുത്തിരുന്നോ, ഒരു ഫിലിം മാഗസീനും കണ്ട? അതെ. ഞാൻ പറഞ്ഞു ഹരിഹരൻ സാറിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നില്ലേ? പിന്നെ അതിന്റെ ഹെഡിങ് ഇപ്പൊ ഇന്ന് ഞാൻ കണ്ടു വരുന്ന വഴിക്ക്. അതിന്റെ ഹെഡിങ് ഇദ്ദേഹം പറഞ്ഞത് ഹരിഹരൻ സാർ ഇല്ലെങ്കിൽ ഞാനൊരു വട്ടപൂജ്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. ഹെഡിങ് എഴുതിയിരിക്കുന്നത് ഞാനില്ലെങ്കിൽ ഹരിഹരൻ സാർ വട്ടപൂജ്യം. മനോജ് കെ ജയൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ
രോഷാകുലനായി പൊട്ടിത്തെറിക്കുന്ന ഒരു രൂപം ഞാൻ കണ്ടിട്ടില്ല. കൊല്ലും ഞാൻ കൈ പിടിച്ചിട്ട് പറഞ്ഞ് കോമഡിയാണ്, ഇരിക്കേ. ഒരു സെക്കൻഡ്. കാര്യം ആ ഹരിഹരൻ സാറിനോടുള്ള സ്നേഹവും ബഹുമാനം ഭയഭക്തി എല്ലാം കൂടെ ഒറ്റ സെക്കൻഡ് കൊണ്ട് പുറത്തു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊന്നും തമാശകൾ പറയരുത്, താങ്ങൂല്ല ശരീരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അക്ഷിത്തിന്റെ പാട്ടിന് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു താങ്ക് യു സർ. ആടി ഒരു അക്ഷയപാത്ര പൂക്കുറ്റി. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ഡബിൾ വാവ്. പാട്ടിന്റെ വർണ്ണവീതിയിൽ മധുരരാഗം ഒരുക്കാൻ അസ്ന കുട്ടി എത്തുന്നു. വെൽക്കം അസ്ന ഓൺ സ്റ്റേജ്. ആടി ഉലഞ്ഞൊക്കെ വരുന്നേ. ഓരോ ദിവസം വരുമ്പോഴും ഓരോ വെറൈറ്റി ഇതിലാണ്, സ്റ്റൈലിലാണ് വരുന്നത്. ഇത് കൊള്ളാം അല്ലേ? ആ, ഇന്നെന്താ ഉദ്ദേശം? പാട്ട് പാടാൻ അല്ല, ഈ ഡ്രസ്സിന്റെ കണ്ണാടിക്കൂടും കൂട്ടിയ പാടുന്നപ്പോ. അത് ശരി. അപ്പൊ മറ്റേ സുരേഷ് ഗോപി വേണ്ടേ? കണ്ണാടി കൂട്ടി അത് വേണ്ടേ? വേണ്ടേ? മീനാക്ഷി ചേച്ചി വേണ്ട. അയ്യോ അത് വേണം. വേണ്ട. ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണ് മീനാക്ഷി ചേച്ചി ഭയങ്കര മീനാക്ഷി എങ്ങനെയാണ്? കണ്ണാടി അങ്ങളാ നല്ലത്. ഓക്കെ, അങ്ങളാ നന്നായിട്ട് ചെയ്യാത്. ഞാൻ ചെയ്യത്തില്ല, ഇല്ല, ഞാൻ പ്രശ്നം മാത്രം നിന്ന് കളിച്ചാൽ മതി. അതാ നല്ലത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
നല്ല കോറിയോഗ്രാഫി, ടോട്ടലായിട്ട് ഈ വിഷ്വൽ കണ്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടിപ്പോവും. നമ്മുടെ മറ്റേ അനുമേടെ എങ്ങനെയാ പറയുന്നത്, നെറ്റിപ്പോയി. ഞാൻ എല്ലാരും ഇത് കണ്ട് ഞെട്ടിപ്പോയി. അയ്യോ അനുചേച്ചി കണ്ടിട്ട് എന്നെ എടുത്തിട്ടടിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഫ്രെയിം ഒക്കെ വെച്ചിട്ടുള്ള ആ ഫിനിഷ് അതൊക്കെ മനോഹരമായിരുന്നു. പാട്ട് നോക്കിക്കഴിഞ്ഞാൽ മോള്, ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് പറയാണ്, മോളൊരു സോളോ എടുത്താൽ മതിയായിരുന്നു ഒരു പെർഫോമൻസിന്. കാരണം ഈ ഡിവറ്റ് എടുക്കുമ്പോൾ എപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ അറ്റത്ത് മുട്ടിച്ച് വയ്ക്കും വരും, അങ്ങനെ വരത്തുള്ളൂ. ഒരു കമ്പോസർ അത് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഫീമെയിലും മെയിലുമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഒരു എക്സ്റ്റൻഷൻ വരും എല്ലാ വരികൾക്കും. അപ്പം പിന്നെ കണ്ണാടി എന്നെടുക്കുന്ന സ്ഥലം അത് പെർഫെക്റ്റ് ആയിട്ടും കണ്ണാടി കുഞ്ഞാറ്റ് അവിടെ പിടിക്കുന്നുണ്ട്, കുഞ്ഞാറ്റ്. അത് തന്നെ മോളെ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കാവോ പറയുന്നത് കേട്ടോ. നല്ലത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. ഇത് മോള് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പാടാൻ, പക്ഷെ അത് അതിനകത്ത് ആ ഫ്രെയിമിനകത്തോട്ട് വരുന്നില്ല. ദീപാവലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊറോണ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നമായി പോയി. ആഘോഷിക്കാനൊന്നും പറ്റിയില്ല, പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. ഞാൻ കാറെടുത്ത് പോയി പടക്കക്കടയിൽ പോയിട്ട് പിന്നെ കുറെ പടക്കങ്ങളും പൂക്കുറ്റിയാണ് ഞാനത് പറയാൻ വേണ്ടി വന്ന 30 പൂക്കുറ്റിയും പിന്നെ കമ്പിത്തിരിയില്ല അതും ഒരു 30 എണ്ണം വാങ്ങിച്ചിട്ട് ഞാൻ നേരെ തിശൂന്ന് വെച്ചോണ്ട് ഒറ്റ അടിക്കുന്നത്. പിന്നെ ഒരു മാലപ്പടക്കം വാങ്ങിച്ചു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നിൽക്കുന്ന അത്രയും ദൂരമുണ്ട്. ഇതൊക്കെ ആരാ പൊട്ടിച്ചേ? പൊട്ടിച്ച വേറെ ആളാണ്. ഞാൻ നോക്കി കൂടുതലും പടക്കങ്ങൾ പൊട്ടിയില്ല, കാര്യം തുണി ചുറ്റിയിട്ട് സാനിറ്റൈസർ അടിച്ച് എല്ലാം ചീറ്റിപ്പോയി ഒന്നും. അപ്പൊ ഇതുപോലൊക്കെ ചെയ്യുക. കാരണം നമ്മളൊരു പാട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഡ്യുവറ്റ് ആണെങ്കിൽ ഇത്രത്തോളം ഈ കുരുപ്പ് സംഗതികളുള്ള പാട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു കൗതുകമാണ് ഈ പാട്ടിനോട്. അത് ഏത് പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ കേട്ടാലും അവർക്ക് ഇത് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും ഈ പാട്ടിനോട്. ഇപ്പം എനിക്ക് തന്നെ ഈ പാട്ട് കേൾക്കുമ്പം മോള് പാടുന്നതിൽ പ്രശ്നങ്ങൾ പലതും ഉണ്ടെങ്കിലും മനസ്സിൽ ഇതിന്റെ ഒറിജിനൽ വേർഷൻ തന്നൊരു സുഖം എവിടെയൊക്കെയോ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പാട്ട്. ഒരു രസകരമായ സംഭവമുണ്ട് ഈ പാട്ട്. അതായത് എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞ് തേരാപ്പാര നടക്കുന്ന സമയത്ത് ഗാനമേളയിലൊക്കെ വായിച്ച് നടക്കുമ്പം ഈ പാട്ട് ഞാൻ ഗാനമേളയിൽ ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പ്രോഗ്രാം ചെയ്ത് എൻ്റെ കീബോർഡിൻ്റെ അകത്ത് ഇതിന്റെ പെർഫെക്റ്റ് കരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കീബോർഡും കൊണ്ടാണ് ഞാൻ ചെന്നൈ പോകുന്നത്. ഈ ഗാനമേളയൊക്കെ കഴിഞ്ഞ് പിന്നെ സീരിയസ് ആയിട്ട് ലൈഫ് എടുക്കാൻ തീരുമാനിച്ച് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞ് കറങ്ങി തിരിച്ച് വിദ്യാജിയുടെ അടുത്ത് തന്നെ എത്തി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു തമിഴ് പടം ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ, ദീപക്, ഇത് നിങ്ങളുടെ നാട്ടിൽ ഞാൻ ഇറക്കി ഹിറ്റായ ഒരു പാട്ടാണ്, അത് ഞാൻ എടുത്ത് ഇപ്പുറത്തിടുകയാണ് തമിഴിലേക്ക്. പാട്ട് കണ്ണാടി കൊടുംകൂട്ടി. അപ്പം അതൊന്ന് കേട്ടിട്ട് അതുപോലെ പ്രോഗ്രാം ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇപ്പം 5 മിനിറ്റ് വേണ്ട, സാധനം റെഡിയാണ്, ഫ്ലോപ്പി ഉണ്ട്. പക്ഷെ അപ്പം അദ്ദേഹം പറഞ്ഞു, ആ ഫ്ലോപ്പി ഇവിടെ നടക്കില്ല, കാരണം ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പാട്ടിൽ. BGM, തേർഡ് BGM മാത്രമാണ്, ആ റിതം സോളോ ഉള്ള BGM മാത്രമേ വെക്കുന്നുള്ളൂ. സെക്കൻഡ് BGM ഒക്കെ മാറ്റി. അങ്ങനെ ആ ഉള്ള ട്രാക്കിനെ ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടാണ് മൈനാവേ മൈനാവേ എന്നുള്ളൊരു തമിഴ് പടത്തിൽ തിത്തിക്കിതേ എന്ന് പറയുന്ന സിനിമയിലാണ് ഈ പാട്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഗാനമേളയിൽ വായിച്ചു നടന്നൊരു പാട്ട് വേറൊരു പടത്തിന് അതേ മ്യൂസിക് ഡയറക്ടറിന് വേണ്ടിയിട്ട് കീബോർഡ് വായിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ പാട്ട്. ഇന്ന് മോള് പാടിയപ്പം ഉണ്ടായ പ്രശ്നം ഈ ബ്രത്താണ് മെയിൻ. ഒറിജിനലി പാടിയ 2 പേരിൽ ഒരാളെ മാത്രം ഏൽപ്പിച്ചാലും ഈ പാട്ട് നടക്കില്ല. കാരണം അങ്ങനെ ഇത് ടൈം ചെയ്തിരിക്കുകയാണിത്. ബ്രത്ത് മാനേജ്മെന്റിൽ പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇത്. അപ്പൊ അതുകൊണ്ട് നോ പ്രോബ്ലം. മോളുടെ അറ്റംപ്റ്റ് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഇതുപോലത്തെ നല്ല പാട്ടുകൾ കുറച്ചും കൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ശ്രുതി എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ. അസ്ന ബീഗം, ഇപ്പൊ ഇത് സാർ വിളിക്കുന്ന കേട്ടിട്ട് പുറത്തുള്ള എല്ലാരും ഇപ്പൊ അങ്ങനെയാ വിളിക്കുന്നത്. നേരത്തെ വിളിച്ചോണ്ട് അസ്ന ബീവി എന്നല്ലേ, ഇപ്പൊ അസ്ന ബീഗം എന്നാക്കി. കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യും. 2 അങ്കിളുമാരും പറഞ്ഞു, ശ്രീകുട്ടൻ അങ്കിളും ദീപങ്ങളും പറഞ്ഞു കുറെ കാര്യങ്ങള്. മോള് ചിലപ്പോൾ ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം ചിലപ്പോൾ ഇതിനോട് തോന്നിയ ഒരു അട്രാക്ഷൻ ആയിരിക്കും. ഈ പാട്ട് നല്ല മെലഡി, കേൾക്കാൻ നല്ല സുഖം, പക്ഷെ അതിന്റെ പുറകിൽ കുറെ കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ പോക്ക് പോയാൽ പോരാ, ഇപ്പൊ ഒരേ ലെവലിൽ തന്നെ നിൽക്കാണ്. അതിൽ നിന്ന് കര കയറണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അശ്നമോളെ, എന്തോ സിബി മലയിൽ ഡയറക്റ്റ് ചെയ്ത ഈ സിനിമയിലൂടെയാണ് മഞ്ജു വാര്യരുടെ മറ്റൊരു അഭിനയ മുഖം മലയാളികൾ കണ്ടത്. വളരെ സാധുവായിട്ടുള്ള ഒരു പെൺകുട്ടി, ആരുമായിട്ടും മിങ്കിൾ ചെയ്യാതെ ഇങ്ങനെ ഒരു ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ഒരു തമാശയ്ക്ക് വേണ്ടി കൂട്ടുകാരി ഒരു
പ്രണയത്തിൽ കൊടുക്കുകയും അത് നിഷ്കളങ്കയായതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും പിന്നെ അതിനകത്തുനിന്ന് തിരിച്ചു വരാൻ പറ്റാതെയൊക്കെ വരുന്ന വലിയൊരു ദുരന്ത സിനിമയാണ്. അപ്പോൾ അങ്കിളുടെ തലയിലോടുന്ന ഈ ഫുൾ സിനിമയുടെ കഥയും ഈ സിറ്റുവേഷനും സുരേഷ് ഗോപിയും ദിവ്യ ഉണ്ണി നല്ലൊരു റോള് ചെയ്ത ഒരു സിനിമയാണിത്. ബിജു മേനോനും അങ്ങനെ സിബി മലയിലിൻ്റെ ഒരു നല്ല സിനിമയാണിത്. അപ്പോൾ ഈ സിനിമയിൽ നിന്നൊരു പാട്ടെടുക്കുമ്പോൾ എന്നുള്ളതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് അങ്കിൾ പറഞ്ഞതുപോലെ ഈ പാട്ട് എങ്ങനെ പാടിയാലും എവിടെ പാടിയാലും നമുക്ക് ഇഷ്ടപ്പെടും. കാര്യം അതിനകത്തൊരു ഭയങ്കര അട്രാക്ഷനുണ്ട്. അപ്പോൾ ആ അട്രാക്ഷനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കും. അപ്പോൾ അതാണ് ഇന്ന് മോൾക്ക് സംഭവിച്ചത്. അത് ഈസി ആയിട്ട് റെക്ടിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം കുതിപ്പാണ് വേണ്ടത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പറഞ്ഞ കമന്റ്സ് ഒക്കെ മോള് കേട്ടു. മോൾക്ക് എന്തായാലും ഇതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വേറെ ലെവലിലേക്ക് വരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മോൾക്കില്ലെങ്കിലും മോളുടെ കാര്യത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ട് ബി കോൺഫിഡൻറ്റ്. അപ്പൊ ജഡ്ജസ് പാനൽ മോൾക്ക് തരുന്നു താങ്ക് യു സർ. അസ്ന, അപ്പൊ അടുത്ത തവണ നമ്മൾ തകർക്കണം കേട്ടോ. അപ്പൊ ഒരു തകർപ്പൻ പൂക്കുറ്റി ഇടാം അല്ലേ? അടി ഒരു തകർപ്പൻ പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവോർഡഡ് എ ഡബിൾ വാവ്. താങ്ക് യു സർ. സ്വരക്കൂട്ടിലെ മധുരമൊഴി, ടോപ്പ് സിംഗറിലെ കുട്ടിക്കുറുമ്പൻ, മഞ്ചേരിയിൽ നിന്നും ശ്രീദേവ് എത്തുന്നു. വെൽക്കം ശ്രീദേവ് ഓൺ സ്റ്റേജ്. ഇതെന്താന്ന് ഹിന്ദുസ്ഥാനി പാട്ടാണോ പാടാൻ പോണേ? ആയിരിക്കും. അതെന്തൊരു ഉറപ്പില്ലേ? ഏത് പാട്ടാ? മാമലകൾക്കപ്പുറത്ത്. ഭയങ്കര ഹിന്ദുസ്ഥാനി പാട്ടാണല്ലോ. പാട്ടല്ല, അത് ആക്ച്വലി ഹിന്ദുസ്ഥാനിയിൽ ഒരു കീർത്തനാണ്. ഗസലാണോ? ആയിരിക്കും. ഈ പാട്ട് ഇങ്ങനെയല്ലേ? മാമലകൾ കപ്പുറത്ത്, അങ്ങനല്ലേ? അല്ല, മാന വ്യത്യാസമുണ്ട്. മാ അങ്ങനെ ഉണ്ട്. മാമലകൾക്കപ്പുറത്ത്. അല്ല, ഇത് മാപ്പിള പാട്ടല്ലയോ? അങ്ങനെ ഒരു അങ്ങനെയാണോ? അല്ല. എങ്ങനെയാ പാട്ട്? എങ്ങനെയാ? മാമലകൾക്കപ്പുറത്ത് അങ്ങനെ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ശരിയാണല്ലോ. ആ പാട്ട് അങ്ങനല്ല. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്. അത് ഭാരതമെന്നാലോ? ഓ, അത് ശരിയാണല്ലോ. ഓ, അങ്ങനല്ലേ പാട്ട്? മാമലകൾക്കപ്പുറത്ത് അങ്ങനെയാണോ? മരതക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, മലയാളമെന്നൊരു നാടുണ്ട്. ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? വേണ്ട മതി, ഇത് മതി. പാട്ട് മറന്നു പോകും. ശരിയാ. നീ പഠിച്ചു വന്ന പാട്ട് ഓർമ്മയുണ്ടോ? ഏതാന്ന്? മറന്നു പോവാനും ചാൻസ് ഉണ്ട്. പാടിക്കോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത്
മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ. മധുരക്കിനാവിന്റെ മായാവിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മണിക്കുട്ടാ, എന്തോ? നീ അസാധ്യമായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ഗംഭീരമായിട്ട് പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അക്യുറേറ്റ് ആയിട്ട് പാടി. അവസാനം നിർത്തിയപ്പോൾ ഒരു ചെറിയ ജെർക്ക് വന്നു. അയ്യോ തീർന്നല്ലോ എന്നുള്ള നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ഉൾവിളി പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആക്കുന്ന എന്തിനാ മനസ്സിലായില്ലേ? മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നോട്ട്സ് കിട്ടാനാ. ആ മോനെ, അപ്പൊ ഒരു കച്ചേരിക്ക് നീ പാടുകയാണെങ്കിൽ നിന്റെ കൈ ഒടിഞ്ഞു പോയല്ലോടി. അടുത്തിരിക്കുന്ന വയലിനിസ്റ്റും അങ്ങനെ ഒരു സാധനം പാടുകയാണെങ്കിൽ നീ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പോകേണ്ടി വരുമല്ലോ. അപ്പൊ ആ ചേഷ്ടകൾ പതുക്കെ അങ്ങ് മാറ്റിയെടുക്കണം. അത് മനസ്സിൽ കൊണ്ടുവരണം. എന്താണ് മനസ്സിൽ? എങ്ങനെയാണ് അപ്പോഴെങ്ങനെയാണ്? മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. അത് മതി മോനെ, നീ മിടുക്കനാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കാണാനും സുന്ദരൻ, പാട്ടും സുന്ദരം, എന്താ പറയുക ആക്ഷൻസും സുന്ദരം, സുന്ദര മണിയനായിട്ട് നീ മാറും. ഞാനൊരു ന്യൂസ് കേട്ടു, അമ്മ നാട്ടിൽ പോയി, അച്ഛനാണുള്ളത്, അതുകൊണ്ടാണ് ഈ പാട്ടൊക്കെ അത്രയും. അടുത്ത പണി വരുന്നുണ്ട്. അടുത്ത പണി വരുന്നുണ്ട്. എടാ പണിയല്ല, അമ്മ നാട്ടിൽ പോയി, അച്ഛനാണ് വരുന്നത്. അപ്പൊ അമ്മ ഉണ്ടായിരുന്നപ്പോ നല്ല അടിയൊക്കെ തരുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക സന്തോഷമുണ്ട് എന്നറിഞ്ഞു. ശരിയാണോ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല. അമ്മ നിന്നാലും അച്ഛൻ നിന്നാലും എനിക്ക് സന്തോഷം. അല്ല അങ്ങനല്ല, നീ അവിടെ ബാക്കിയുള്ള നിന്റെ കൂട്ടുകാരടുത്ത് പറഞ്ഞു, ഓ അമ്മ പോയല്ലോ, ഈ അച്ഛൻ വന്ന നന്നായി, എനിക്കിനി കളിക്കാം, എന്തൊക്കെ രസിക്കാം എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞില്ലേ? അടി കിട്ടുന്ന ആരുടെ അടുത്തുന്ന? അമ്മയുടെ അടുത്തുനിന്ന്. ആ അതല്ലേ പറഞ്ഞേ. അപ്പൊ അച്ഛനല്ലേ ഈസി? അച്ഛന് ഈസിയാണ്, പക്ഷെ അമ്മ കൊറേ ആദ്യം അടിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അമ്മയുടെ ഇതോ. പിന്നെ ഓ ആദ്യം ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ വന്ന് ഒറ്റ അടിയല്ലേ? അങ്ങനെയാണോടാ? എന്നിട്ട് വല്ല കുറുമ്പും കാണിച്ച നീ ദേഷ്യത്തോടെ ഇങ്ങനെ അടിക്കും. എന്തിനാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത്? സത്യം പറഞ്ഞോ, കുഴപ്പമില്ല. ഇത്ര ആലോചിക്കണോ? അല്ല നല്ലത് പറയാൻ കൊള്ളുന്ന പറഞ്ഞോ, ഞാൻ ആലോചിച്ചെടുത്തതാ. ഇല്ല, ഫോൺ നോക്കുന്നതിനാന്ന് തോന്നുന്നു. അങ്ങനെ വരട്ടെ. ആരെയാണ് കൂടുതൽ ഫോൺ ചെയ്യുന്നത്? ഫോൺ ചെയ്യുന്നതോ? ഫോൺ എല്ലാരും ചെയ്യാറുണ്ട്, കൂട്ടുകാരൊക്കെ ചെയ്യും. എല്ലാ ബോയ് ഫ്രണ്ട്സും എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് നല്ല ഒരു തെറ്റിദ്ധരിക്കില്ലേ? ബോയ് ഫ്രണ്ട്സ് ഇഷ്ടംപോലെ. സത്യം പറഞ്ഞില്ലേ ആദ്യം? എനിക്ക് ഇഷ്ടംപോലെ ബോയ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ പുറത്തുനിന്ന് കല്യാണം. അതിനാണ് എനിക്ക് ലാസ്റ്റ് അടി കിട്ടിയത്. മീനൂട്ടി കേട്ടി. നിനക്ക് എന്തിനാണ് കിട്ടിയത്? ഒരു സത്യം പറ. എന്റെ കഴിഞ്ഞു. ഒരു സത്യം പറ. സത്യമല്ലേ? ഒരു മിനിറ്റ്. ആ ഫോണിൽ കളിക്കുന്നോണ്ട് തന്നെ സത്യം. സെയിം ബെഞ്ച് ഗെയിം. ഒന്നീ ഗെയിമാ. എന്തായാലും ഓക്കെ അല്ലേ? കഴിഞ്ഞു. ഗെയിം തന്നെ, രണ്ടാളും ഒരേപോലെയാ. ഒരേപോലെ. നീ ഗേൾ ഫ്രണ്ട്സിനെ വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, സച്ചു ഐബി അവരെയൊക്കെ വിളിക്കാറുണ്ട്. അത് പിന്നെ ഗേൾ ഫ്രണ്ട്സ് അല്ലേ? സച്ചു ഐബി ഒക്കെ ബോയ് ഫ്രണ്ട്സാ. പിന്നെ പെണ്ണുങ്ങളുടെ ഏതോ ഒരു പേര് പറഞ്ഞല്ലോ, നിഷയോ? രണ്ടുപേര്. അവരെ വിളിക്കാറില്ലേ നീ? അതെന്താ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, വിളിക്കണ്ടേ? നമ്പർ കിട്ടുന്നില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന അച്ഛൻ അടുത്ത് പറയാണ്, മകൻ ഏറ്റവും വേഗം നമ്പർ കൊടുക്കുക, നന്നായിട്ട് പാടും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ശ്രീദേവിന്റെ പാട്ടിൽ ഓരോ പെർഫോമൻസ് ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ശ്രീദേവിന്റെ തീർച്ചയായിട്ടും നല്ല പോസിറ്റീവായിട്ടുള്ള കയറ്റം തന്നെ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ജഡ്ജസിനും ഷോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവരും ശ്രീദേവിന്റെ അടുത്ത് കൂടുതൽ പ്രതീക്ഷ വരുന്നത് എന്തുകൊണ്ടാണ്?
ഇങ്ങനെ ഇടിവെട്ട് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വലിയൊരു കയ്യടിയാണ്. താങ്ക് യു സാർ. ആ ചിരിയൊക്കെ ഇപ്പൊ വന്നു, നന്നായിട്ട് പാടി തുടങ്ങി. പിന്നെ ആ പാട്ടിലാണെങ്കിൽ തന്നെ ഇപ്പം ശ്രീകുട്ടൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, കൈയുടെ മുകളിൽ ഡിപ്പെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. കൈ മോൻ താഴ്ത്തു വെച്ചപ്പോൾ മോൻ നന്നായിട്ട് പാടി. അപ്പം ചില ആൾക്കാരെ നമ്മൾ കളിയാക്കി പറയും, ആൾ പാടുന്നതിന്റെ സംഭവമൊക്കെ കൈ വരെ എത്തിയിട്ടുണ്ട്, തൊണ്ടയിൽ എത്തിയിട്ടില്ല എന്ന് പറയും. അത് ഈ കൈ ഇങ്ങനെ പോയാൽ മാത്രമേ തൊണ്ട ഇങ്ങനെ പോകുള്ളൂ എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പം കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോ മാനറിസംസാണ്. അത് ആ കൈ വേറെ രീതിയിൽ യൂസ് ചെയ്യും. ഇപ്പൊ രണ്ടാമത് മോൻ കൈ വിടർത്തി ഇങ്ങനെ വെച്ചില്ലേ, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻസ് യൂസ് ചെയ്താൽ അതൊരു എന്താ പറയാ, പാട്ടിന് വേണ്ടി ഇതുമാതിരി അല്ല പാട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് വേറെ രീതിയിൽ ഇംപ്രസീവ് ആയിരിക്കും. അപ്പൊ മോൻ അത് ശ്രദ്ധിക്കണം നെക്സ്റ്റ് ടൈം. ഓക്കെ, നന്നായിട്ട് ഇതുപോലത്തെ പാട്ടുകൾ പഠിച്ചു വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അസലായിട്ട് പാടി. താങ്ക് യു സാർ. ശ്രീദേവിക്കുട്ടൻ ഇവിടെ വന്ന് പാടിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആണ് ഇന്നിപ്പോൾ കണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് ശ്രീകുട്ടൻ ഞങ്ങൾ പറഞ്ഞില്ലേ. ജാനകിയമ്മയും ജയേട്ടനൊക്കെ പാടാൻ കണ്ടിട്ടില്ലേ? ചെറിയൊരു ബുക്ക് വെച്ചിട്ട് തല അനക്കാതെ ആക്ഷൻ ഒന്നും കാണിക്കാതെ എത്ര വിഷമമുള്ള പാട്ടാണെങ്കിലും അവരിങ്ങനെ ചുമ്മാ നോക്കി ഈസി ആയിട്ട് പാടും. പിന്നെ ചില ആൾക്കാർക്ക് നാച്ചുറലായിട്ട് ചില ആക്ഷൻസ് വരും. നമ്മൾ പക്ഷേ ഈ പറഞ്ഞ പോലെ കൈയിൻ്റെ ആക്ഷൻസിനെ ഒന്നിനും ആശ്രയിക്കാതെ പാടാൻ ശ്രമിക്കണം. ഇപ്പം ഇതിങ്ങനെയൊക്കെ ഇരുന്നിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ പാടാൻ ശ്രമിക്കണം. അതായത് പ്രാക്ടീസ് ചെയ്യണമെന്ന്, മനസ്സിലായോ? ഓക്കെ. പിന്നെ കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ മുഖത്ത് വരുന്ന അനാവശ്യമായിട്ടുള്ള മാനറിസംസ് ഒക്കെ ഒഴിവാക്കുക. പറഞ്ഞു തരുന്ന എനിക്കും ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ മാക്സിമം നമ്മളത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് നന്നായിട്ട് പാടി ഇതുവരെ വന്നതിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്ന് കാഴ്ചവെച്ചത് ശ്രീദേവിക്കുട്ടൻ. ഇനിയും കുറച്ചും കൂടി പെർഫെക്ഷൻ വേണം പാട്ടിൽ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം ശരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഇത് കോളടിച്ചിരിക്കുകയാണല്ലോ, ഇന്ന് കലക്കി എന്നല്ലേ പറയുന്നില്ലേ. എഴുന്നേറ്റ് നിന്നു, എല്ലാവരും കൈയടിച്ചു, മോൻ നമസ്കരിച്ചു, അങ്ങനെ പല പല നല്ല കാര്യങ്ങളും നടന്നു. ഈ പാട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു സിനിമയിലാണ്, നിണമണിഞ്ഞ കാൽപ്പാടുകൾ. എൻ്റെ അർത്ഥം ബ്ലഡ് സ്റ്റെയിൻഡ് ഫുട് പ്രിന്റ്സ് എന്നാണ്. അതിനകത്ത് തന്നെയൊക്കെ ഇതിനകത്ത് ഏത് തരത്തിലുള്ള സിനിമയായിരിക്കും, എന്തായിരിക്കും അതിൻ്റെ കഥ എന്നുള്ള. മോൻ ഈ പാട്ട് പാടിയല്ലോ, അപ്പം മോൻ എന്തായാലും ആ സിനിമ കണ്ടു കാണത്തില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമയാണ്. വീഡിയോ കണ്ടിട്ടുണ്ട്, ആ പാട്ടിന്റെ ഒരു വീഡിയോ. പാട്ടിന്റെ വീഡിയോ എന്തായിരിക്കും? ഈ പാട്ട് അതിന്റെ ഒരു സന്ദർഭം എന്തായിരിക്കും എന്നാണ് മോന്റെ വിചാരം? പട്ടാളക്കാരൻ പട്ടാളത്തിന് ഇന്ത്യനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നാടിനെ ഇങ്ങനെ ആലോചിച്ച് പാടുന്നൊരു പാട്ടാണ്. ഇന്ത്യനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഇച്ചിരി കാട് കയറിയല്ലോ. ഒരു പട്ടാളക്കാരന്റെ നാടിന്റെ ഓർമ്മകളായിരിക്കും. പട്ടാളക്കാരന് വേണ്ടിയാണ് ഈ പാട്ടുണ്ടാക്കിയതെങ്കിലും ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമുക്കുള്ളത് പ്രവാസികളാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ കേരളത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പാടാൻ വേണ്ടി പ്രകൃതി ഒരുക്കിയ ഒരു പാട്ടാണിത്. ഏത് നാട്ടിലിരുന്നാലും മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. അതിനകത്ത് പിന്നെ കായലും പുഴകളും, പിന്നെ ഒരു കൊച്ചു വീടുണ്ട്, പിന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, കണ്ണുനീര് ഓടുകൂടി എന്ന് വരും എന്ന് പറയുന്നത്. അത് പട്ടാളക്കാരനാണോന്നില്ല, എന്ന് വരുമെന്ന്. അങ്ങനെ ഓടിയെത്താൻ ചിറകില്ലല്ലോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വരണമെന്നുണ്ട്, പക്ഷേ നമ്മൾ പക്ഷികളല്ലല്ലോ, വരാൻ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായ കേരളത്തിൻ്റെയും ആ പച്ചപ്പിൻ്റെയും വീടിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയൊക്കെ ഒരു വലിയ ചിത്രമാണ് ഈ പാട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇത് പട്ടാളക്കാരുടെ മോൻ പറഞ്ഞ സത്യമാണ്. മോൻ വീഡിയോ കണ്ടത് മനസ്സിലായി. ഇൻഡോ ചൈന യുദ്ധം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. നമുക്കറിയാം, 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധമൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ സിനിമകൾ ലോകത്ത് വന്നിട്ടുള്ളത് ഈ 2 മഹായുദ്ധങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ആ യുദ്ധങ്ങളിൽ നടന്നിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ അത് സിനിമയായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇൻഡോ ചൈന, അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഒരു പട്ടാളക്കാരന് ഒരു ചെറിയ മുറിവ് പറ്റിയാലോ അല്ലെങ്കിൽ ഒരു ചെറിയ പരിക്ക് പറ്റിയാലോ നാട്ടിലും അറിയും, വീട്ടിലും അറിയും. അപ്പം തന്നെ ഫോൺ വരും, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയിപ്പിക്കും. എന്നാൽ ആ കാലഘട്ടത്തിൽ പട്ടാളത്തിൽ പോയ ഒരു പോക്കാണ്. ജീവനോടെ ഉണ്ടോ, മരിച്ചോ, നമ്മൾ കുറേ നാൾ എടുത്ത് വന്നില്ല എങ്കിൽ
വിചാരിക്കണം മരിച്ചു. പക്ഷെ അയാൾ മരിച്ചിട്ടുണ്ടാവില്ല. ഏതെങ്കിലും സ്ഥലത്ത് ഒരാക്രമണത്തിന് ഒറ്റപ്പെട്ട് അവരുടെ ക്യാമ്പിലെത്താതെ എഴുത്തെഴുതാൻ പറ്റാതെയൊക്കെ വന്ന് അപ്പോഴത്തേക്ക് വീട്ടിൻ്റെ ആൾക്കാരെല്ലാവരും മരിച്ചുവെന്ന് വിചാരിച്ച് ചിലപ്പോൾ ഭാര്യയ്ക്ക് വേറെ കല്യാണം ആലോചിക്കും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഈ വസ്തുപരമായിട്ടുള്ള ഇയാൾക്ക് അതിൻ്റെ ഓഹരി കൊടുക്കാതെ വേറെ ആൾക്കാർക്ക് കൊടുക്കും. ഒരു ദിവസം പട്ടാള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇയാൾ വരുമ്പോഴാണ് അയ്യോ നീ മരിച്ചില്ലായിരുന്നു, കാര്യം അറിയിക്കാനുള്ള ഏർപ്പാടുകൾ ഇല്ലെന്ന്. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള ഓർമ്മകളാണ് ഈ പാട്ട് മോൻ പാടിയോണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് മോൻ്റെ ദിവസമാണ് ഈ പാട്ട് തിരഞ്ഞെടുക്കാനും. ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾ, ആ തലമുറയും അതിനപ്പുറത്തെ തലമുറയും പ്രവാസികളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മനസ്സിനകത്തൊരു ഭയങ്കര സന്തോഷമാണ്. കേരളം വരികയാണ്, നമ്മുടെ നാട് വരികയാണ്, നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും കൂട്ടുകാരും എല്ലാം ഈ പാട്ടിനകത്ത് വരികയാണ്. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വരാൻ ചിറകില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശ്രീദേവിന് ജഡ്ജസ് പാനൽ ഇന്ന് തരുന്നു താങ്ക് യു സാർ. കാട്ടിയൊരു കേരള പൂക്കുറ്റി. Congratulations, you are awarded Extreme. താങ്ക് യു സാർ. ഹലോ, എക്സ്ട്രീം ഒക്കെ വാങ്ങി, അടിപൊളി. അച്ഛൻ വന്ന സന്തോഷത്തിൽ എക്സ്ട്രീം ഒക്കെ അടിച്ചു നമ്മള്, അല്ലേ? നീ ഗോൾഡൻ ക്രൗൺ ഒക്കെ വാങ്ങിക്കണ്ടേ? അപ്പൊ ഈ ഒരു ഇതില് വേഗം പോയി പ്രാക്ടീസ് ചെയ്തോ. കളിയും ചിരിയൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം പോയി അടുത്ത പാട്ട് പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് ടൈം വരണം അടിപൊളിയായിട്ട്. ഓക്കെ, ടാറ്റാ. കേരള സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് അടിസ്ഥാനത്തിലുള്ള 90+ മൈ ട്യൂഷൻ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അവരുടെ സിലബസ് കുട്ടികൾ എങ്ങനെയാണോ സ്കൂളിൽ പഠിച്ചിരുന്നത് അത് അതുപോലെ തന്നെ, പക്ഷേ കുറച്ചും കൂടെ ഈസി ആയിട്ട് ആനിമേറ്റഡ് വിഷ്വൽസിലൂടെയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും തമ്മിൽ എലമെൻറ്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1 × 2 പ്ലസ് -1 × -1 പ്ലസ് 2 × 5. നമ്മളിപ്പോൾ കണ്ടത് +2 കുട്ടികളുടെ മാത്സ് ക്ലാസ് ആണ്. ഒരു സിനിമ കാണുമ്പോൾ ആയിരിക്കും കുട്ടികൾ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു പോവുക. അപ്പോൾ അവർക്ക് അതിലൂടെ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സസ് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് മറക്കാതെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമ്മുടെ കുട്ടി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് സെഗ്മെന്റ് ആണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജീനിയസുകൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ചോദ്യം ഇതാ. Which of the force helps in maintaining the motion of Earth and other planets? Option A, electromagnetic force. Option B, gravitational force. Option C, nuclear force. Option D, frictional force. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും 90+ മൈ ട്യൂഷൻ ആപ്പിൽ 10 മണിക്ക് മുന്നേ തന്നെ ശരിയുത്തരം രേഖപ്പെടുത്തുക. ശരിയുത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടി ജീനിയസിന് 5000 രൂപ ക്യാഷ് പ്രൈസ്. MG അങ്കിളെ, നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ നമുക്ക് ആ ഗുളു ഒക്കെ പോയില്ലേ, നമുക്ക് തീർത്ഥ കുട്ടിക്ക് ഒരു എൻകറേജ്മെന്റ് ആയിട്ട്. ഓക്കെ, എൻകറേജ്മെന്റ് ഇല്ല, ഷീ ഡിസേർവ്സ് ഇറ്റ്. ഓക്കെ, വെൽക്കം തീർത്ഥ കുട്ടി ഓൺ സ്റ്റേജ്. തീർത്ഥക്കുട്ടിക്ക് GRBക്ക് നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. ഇനി നമുക്ക് എല്ലാവർക്കും പോവാൻ സമയമായി. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.